ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. സർവീസായിട്ടാണ് ചെയ്യണത്, ജനറൽ സർവീസായിട്ട് ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇതുമായിട്ട് നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്ക് അതുപോലെ ചെയിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാക്കിൽ ബ്രേക്സ് ഒന്നും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്ത് തമ്മിൽ നിലവിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല, നമുക്കത് ക്ലീൻ ചെയ്ത് തരാം. അതുപോലെ ബാക്കിൽ റബ്ബർ നമുക്ക് മാറ്റി തരാം. റബ്ബർ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ വന്നിട്ടുണ്ട്. ഈ 4 റബ്ബറൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. പിന്നെ അതുപോലെ ചെയിനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ചെയിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസാണ്, നല്ല രീതിയിൽ അത്യാവശ്യം നല്ല ലൂസാണ് ചെയിന്. അത്യാവശ്യം മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനും ഉണ്ട് നമുക്കത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ലൂസായിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സൗണ്ടൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് ചെയ്ത് നോക്കാം. വീണ്ടും സൗണ്ടൊക്കെ കാണിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ടി വരും. നമുക്കിപ്പോൾ ഓയിലും ഗ്രീസൊക്കെ ഇട്ടിട്ട് ചെയ്ത് നോക്കാം. കംപ്ലൈൻറ്റ് എന്തെങ്കിലും കാണിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റേണ്ടി വരും. അത്രയും ലൂസായിട്ട് ഓടിയിട്ടാണുള്ള പ്രശ്നമാണ് കാണിക്കുന്നത്. സ്പോക്കറ്റിന് വലിയ നിലവിൽ നോക്കുമ്പോൾ തേയ്മാനൊന്നും കാണുന്നൊന്നുമില്ല. അതൊന്ന് ചെയ്ത് നോക്കാം. അതുപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, എയർ ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതുപോലെ പ്ലഗ് ആയാലും നിലവിൽ വേറെ കംപ്ലൈൻറ്റൊന്നും കാണുന്നില്ല, പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്ത് തരാം. പിന്നെ അതുപോലെ എഞ്ചിൻ ഓയിൽ നമുക്കത് മാറ്റാറായിട്ടുണ്ട്, എഞ്ചിൻ ഓയിലൊന്ന് മാറ്റുന്നുണ്ട്. നമ്മളതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഇരിക്കുന്ന ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററി, എക്സൈഡ് പറഞ്ഞ കമ്പനിയുടെ ഒരു ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലൊക്കെ സെൽഫ് വർക്കിംഗ് ആണ്, എന്നാൽ പോലും ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.74 വോൾട്ട് കാണിക്കുന്നുണ്ട്. ആ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി നിലവിൽ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. സെൽഫിൻ്റെ എന്തെങ്കിലും കൂടുതൽ പ്രശ്നം കാണിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. സെൽഫിൻ്റെ കൂടുതൽ കംപ്ലൈൻറ്റ് കാണിക്കുമ്പോൾ ഇപ്പോൾ ബാറ്ററി ഒന്ന് മാറ്റിയാൽ മതി കേട്ടോ. പിന്നെ ഒരു മിസ്സിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു, ചോക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓടുള്ളൂ എന്നുള്ളൊരു കംപ്ലയിൻസൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളതിന് കാർബറേറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാർബറേറ്റർ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ക്ലീനർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മളതിന് ഈ സ്ലോ ജെറ്റൊക്കെ നല്ല ബ്ലോക്കാണ്, ഇവിടെയൊക്കെ പൊട്ടിപ്പോയിരിക്കരുത്. അത് എവിടെ നിന്നൊക്കെ അയക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ലോ ജെറ്റൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കണം. പിന്നെ അതുപോലെ ഈ വാക്വം പിസ്റ്റൺ ഒന്ന് മാറ്റണം, ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം. അപ്പോൾ നമുക്ക് ആ കംപ്ലൈൻറ്റ് മാറും കേട്ടോ. പിന്നെ അവിടെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അത് ഈ കേബിളിൻ്റെ കംപ്ലൈൻ്റാണ്. അപ്പോൾ ആ കേബിളൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ, ഡിസ്ക് ബ്രേക്കിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ, അത് ഈ MC യൂണിറ്റ് ഇവിടെ ലീക്ക് കാണിക്കുന്നുണ്ട്, ഈ ഭാഗത്ത് ലീക്ക് കാണിക്കുന്നുണ്ട്. അത് ഈ യൂണിറ്റ് കംപ്ലൈൻ്റാണ്. MC മാസ്റ്റർ സിലിണ്ടർ പറയും, ആ യൂണിറ്റിൻ്റെ കംപ്ലൈൻ്റാണ്. ഈ ഒരു യൂണിറ്റ് മാറ്റിയിട്ട് നമുക്ക് താഴെ അതിൻ്റെ കാലിപ്പർ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ അതിൻ്റെ പിസ്റ്റനും അതിൻ്റെ ഓറിങ്ങൊക്കെ മാറ്റിയിട്ട് നമുക്കത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക് ബ്രേക്കും മാറ്റാറായിട്ട് അത്യാവശ്യം മാക്സിമം ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് മാറ്റി കഴിഞ്ഞാൽ ആ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് അവിടെ മാറും. പിന്നെ വേറെ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല, മെയിനായിട്ടുള്ള കംപ്ലയിൻറ്റ് ഇതൊക്കെ ഉള്ളൂ. പിന്നെ 2 ടയർ, ബാക്കിലും ഫ്രണ്ടിലും ടയറിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ചോദിച്ചിരുന്നു, അതുകൂടിയും പറയാം. പിന്നെ വാട്ടർ സർവീസ്, ഇതൊക്കെയാണ്. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ എല്ലാം നോക്കിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം, ടയർ അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.